നമസ്കാരം. പ്രഭാത വാർത്തയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഒരുപാട് വാർത്തകൾ ഈ പ്രഭാതത്തിൽ വരുന്നുണ്ട്. ലെബനനിലെ കരയുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നു ഇസ്രയേൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ സംഘർഷം രൂക്ഷമാണ്. വ്യോമാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നേരിട്ടുള്ള കരയുദ്ധം, കടന്നാക്രമണത്തിലേക്ക് ഇസ്രയേൽ നീങ്ങിയിരിക്കുന്നു. കേരളത്തിലേക്ക് വന്നാൽ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട മലപ്പുറം പരാമർശത്തിൽ തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വലിയ പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. പി അൻവറും അത് ആയുധമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. ചില ജില്ലകളിൽ മാത്രം യെല്ലോ അലേർട്ടാണുള്ളത്. പ്രഭാത വാർത്തയിലേക്ക് വിശദമായി. ലെബനനിൽ കരയുദ്ധം ആരംഭിച്ചു ഇസ്രയേൽ. അതിർത്തി കടന്ന് സൈന്യം ലെബനനിലെത്തി. ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള പരിമിതമായ ആക്രമണമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. ഇറാൻ തിരിച്ചടിക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്ന് അമേരിക്കൻ സൈനികർ പശ്ചിമേഷ്യയിലേക്ക് എത്തുമെന്ന് പെന്റഗൺ വ്യക്തമാക്കി. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, അങ്ങനെ ദിവസങ്ങളായി നീണ്ട വ്യോമാക്രമണം അത് കരയുദ്ധത്തിലേക്ക് മാറുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഗോകുൽ, പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ വർദ്ധിക്കുകയാണ്. നമ്മളൊക്കെ ഭയന്നതുപോലെ ഈ കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അല്പം മണിക്കൂറുകൾക്ക് മുമ്പാണ് അതിർത്തി കടന്ന് ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞതായിട്ടുള്ള വാർത്തകൾ വരുന്നത്. ഈ പ്രദേശത്തെ ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങൾ കരയുദ്ധത്തിലൂടെ തകർക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നാണ് അവരുടെ സേന പറയുന്നത്. അതേസമയം ഈ ഇസ്രായേലിന്റെ നീക്കം പ്രതിരോധിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചതായി ഹിസ്ബുള്ള കേന്ദ്രങ്ങളും അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഈ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം ഒരു പ്രത്യേക ഏരിയ ക്ലോസ്ഡ് മിലിറ്ററി സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രദേശത്തു നിന്നൊക്കെ റോക്കറ്റുകളുടെയും അതുപോലെ ഹെലികോപ്റ്ററുകളുടെയൊക്കെ ശബ്ദം കേട്ടതായിട്ട് ഇവിടെ ഉള്ള ആൾക്കാരുടെ ഈ റിപ്പോർട്ടിങ്ങുകളും വന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഈ വടക്ക് ഭാഗത്ത് കുറച്ച് നാളായിട്ട് ഭീഷണി ഉയർത്തുന്ന ഈ തെക്കൻ ലെബനന്റെ അതിർത്തി ഗ്രാമങ്ങളിലെ ചില ഹിസ്ബുള്ള കേന്ദ്രങ്ങളുണ്ട്. ഇവയാണ് ലക്ഷ്യം വെക്കുന്നതെന്നാണ് ഇസ്രായേൽ സേന ഔദ്യോഗികമായിട്ട് ഇതിനോട് പറഞ്ഞിരിക്കുന്നത്. വ്യോമസേനയുടെ സഹായത്തോടെ ആയിരിക്കും ഈ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തി ആയിരിക്കും സൈനിക നീക്കം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ സേന നൽകുന്നത്. അതേസമയം ബെയ്റൂട്ടിലും അതുപോലെ തെക്കൻ ലെബനിലും ഒക്കെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 95 പേരാണ് കൊല്ലപ്പെട്ടത്. 172 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അതേസമയം ഈ സംഘർഷാവസ്ഥ വളരുന്ന ഈ അവസ്ഥയിൽ ഇറാൻ ഈ യുദ്ധത്തിലേക്ക് വരുമോ എന്നുള്ള ഒരു ആശങ്ക അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക കൂടുതൽ സൈനികരെ ഈ മേഖലയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ നിരവധി അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും ഈ മേഖലയിലേക്ക് പോയിട്ടുണ്ട്. ഗോകുൽ. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്ക് ഇറാൻ കൂടി ഭാഗമാകുമോ, നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് ഇറാൻ എത്തുമോ എന്നതാണ് അമേരിക്കയും ഉറ്റുനോക്കുന്നത്. ഏതായാലും ബെയ്റൂത്തിലടക്കം കനത്ത ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകൾ നടന്നത്. ലെബനനിൽ നിന്ന് കൂട്ടപ്പലായനം അങ്ങനെ തുടരുകയാണ്. സ്വർണ്ണക്കടത്തിൽ മലപ്പുറത്തെ പരാമർശിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പ്രതിഷേധം ശക്തം. മലപ്പുറത്തെത്തുന്ന സ്വർണ്ണക്കടത്തും ഹവാലയും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കാണെന്ന പരാമർശമാണ് വിവാദമായത്. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ വിവിധ മുസ്ലിം സംഘടനകൾ രംഗത്തെത്തി. പ്രതിപക്ഷവും സർക്കാരിനെതിരായി യുദ്ധം പ്രഖ്യാപിച്ച പി അൻവർ MLAയും പരാമർശം ആയുധമാക്കുകയാണ്. മലപ്പുറം ജില്ലയെ പ്രശ്നവൽക്കരിക്കാനുള്ള നീക്കമാണ് മുഖ്യമന്ത്രിയുടേതെന്ന് മുസ്ലിം സംഘടനകൾ ആരോപിക്കുന്നു. RSSുമായുള്ള ധാരണയുടെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുടെ പുതിയ പരാമർശമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ പോലും CPIM നേതാക്കൾക്ക് കഴിയുന്നില്ല. മുഖ്യമന്ത്രിക്കും സർക്കാരിനെതിരായ ആരോപണങ്ങൾ കടുപ്പിച്ച് പി അൻവർ MLA. മാമി തിരോധാന കേസിൽ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ഫലമുണ്ടാകില്ലെന്ന് പി അൻവർ. അതിനിടെ നാളെ അരീക്കോടും മറ്റന്നാൾ മഞ്ചേരിയിലും നിശ്ചയിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ മാറ്റിവെച്ചു. തൊണ്ടയിൽ അണുബാധയെ തുടർന്ന് ഡോക്ടേഴ്സ് വിശ്രമം നിർദ്ദേശിച്ചതാണ് കാരണം. ഓരോ വേദിയിലും മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് പി അൻവർ. മുഖ്യമന്ത്രി ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖമാണ് അൻവറിന്റെ പുതിയ തുറുപ്പുചീട്ട്. മലപ്പുറത്തെയും ഒരു സമുദായത്തെയും മോശമായി ചിത്രീകരിക്കാനാണ് മുഖ്യമന്ത്രി കേരളത്തിലെ മുൻനിര മാധ്യമങ്ങളെ ഒഴിവാക്കി ദേശീയ മാധ്യമത്തിന് അഭിമുഖം നൽകിയതെന്നാണ് ആരോപണം. മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോഴിക്കോട് നടന്ന വിശദീകരണ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ADGP MR അജിത് കുമാറിനെയും കടന്നാക്രമിക്കുകയായിരുന്നു പി അൻവർ. മുതലക്കുളത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ നൂറുകണക്കിന് ആളുകളാണ് അൻവറിനെ കേൾക്കാനായി എത്തിയത്. അതിനിടെ നാളെ അരീക്കോടും മറ്റന്നാൾ മഞ്ചേരിയിലും നിശ്ചയിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ മാറ്റിവെച്ചതായി പി അൻവർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. തൊണ്ടയിൽ അണുബാധയെ തുടർന്ന് ഡോക്ടേഴ്സ് വിശ്രമം നിർദ്ദേശിച്ചതാണ് കാരണം. അടുത്ത പൊതുയോഗത്തിന്റെ വിവരം ഫേസ്ബുക്കിലൂടെ അറിയിക്കും. 24 കോഴിക്കോട്.
ബലാത്സംഗ കേസിൽ ഇടക്കാല മുൻകൂർ ജാമ്യം ലഭിച്ച നടൻ സിദ്ദിഖിന്റെ കേസിലെ തുടർ നടപടിയിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇന്ന്. നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്താനാണ് ആലോചന. അഭിഭാഷകരുമായി ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ തീരുമാനമെടുക്കുക. അതിനിടെ പോലീസിന് മുന്നിൽ ഹാജരാകാൻ തയ്യാറാണെന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകർ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം ഔദ്യോഗികമായി പോലീസിനെ അറിയിച്ചാൽ നോട്ടീസ് നൽകുന്നത് ഒഴിവാക്കും. അറസ്റ്റ് ചെയ്താൽ വിചാരണ കോടതിയിൽ ഹാജരാക്കി ജാമ്യം നൽകി വിട്ടയക്കണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവ്. എന്നാൽ 2-3 ദിവസം സിദ്ദിഖിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. അറസ്റ്റ് ചെയ്ത ശേഷം വിചാരണ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഇതിനായി വാദിക്കാനാണ് പോലീസിന്റെ ആലോചന. നടൻ രജനീകാന്ത് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ. ഉദരസംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ആശുപത്രിയിലെത്തിയത്. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, എങ്ങനെയാണ് രജനീകാന്തിന്റെ ആരോഗ്യനില? ചിത്രീകരണത്തിനിടയിലാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. ഗൂഗിൾ ഇന്നലെ രാത്രിയാണ്, അതായത് അർദ്ധരാത്രിയോടെ അടുത്തൊരു സമയത്താണ് രജനീകാന്തിനെ ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇദ്ദേഹം ലോകേഷ് കനകരാജിന്റെ കൂലി സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. വയറിന് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്തായാലും ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. ഇക്കാര്യത്തിൽ രജനീകാന്തിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരവും ലഭിച്ചിട്ടില്ല. പക്ഷേ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അദ്ദേഹം ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. മാത്രമല്ല, ഇന്ന് കൂടുതൽ പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്താനാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ തീരുമാനം. ഈ കിഡ്നിയുടെയും ഒപ്പം തന്നെ മറ്റ് ആന്തരികാവയവങ്ങളുടെയും ഒക്കെ പരിശോധന നടക്കും. രജനീകാന്തിന് നേരത്തെ തന്നെ ഈ കിഡ്നി മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നു. കോവിഡ് വന്ന് വളരെയധികം ആരോഗ്യം ക്ഷയിച്ച ഒരു അവസ്ഥയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒന്ന് മുക്തമായി സിനിമയിലൊക്കെ ആക്റ്റീവായി വരുന്ന ഒരു സമയത്താണ് ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ആരോഗ്യനിലയിൽ ഒരാശങ്ക ഉണ്ടാകുന്നത്. ഇദ്ദേഹം ഈ രാഷ്ട്രീയ പാർട്ടി പ്രവേശനവും ഒപ്പം തന്നെ അതിന്റെ പ്രവർത്തനവും ഒക്കെ തൽക്കാലം മാറ്റിവെച്ചതും തന്റെ ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ കാര്യമായ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. എന്തായാലും നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ്. കൂടുതൽ വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഗൂഗിൾ. ശരി, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് രജനീകാന്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത്. ജമ്മു കശ്മീർ നിയമസഭയിലേക്കുള്ള അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. ജമ്മു, സാംബ, കഥുവ, ഉദ്ധംപൂർ തുടങ്ങി 40 മണ്ഡലങ്ങളാണ് ഇന്ന് ജനവിധി തേടുന്നത്. ഇതിൽ 24 മണ്ഡലങ്ങൾ ജമ്മുവിലാണ്. ആകെ 415 സ്ഥാനാർത്ഥികൾ. ആദ്യഘട്ടത്തിൽ 61.38ഉം രണ്ടാം ഘട്ടത്തിൽ 57.31ഉമായിരുന്നു പോളിംഗ് ശതമാനം. അവസാന ഘട്ടത്തിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ. മൂന്നാം ഘട്ടത്തിൽ വോട്ടുറപ്പിക്കാൻ പ്രധാന നേതാക്കളെല്ലാം ജമ്മു കശ്മീരിൽ പ്രചാരണത്തിനെത്തിയിരുന്നു. ഭീകരവാദ സാന്നിധ്യമുള്ളതിനാൽ അതീവ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. CPIM മുൻ സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വിടവാങ്ങിയിട്ട് 2 ആണ്ട്. രാഷ്ട്രീയ പ്രതിസന്ധികൾ CPIMനെ അടിമുടി ഉലയ്ക്കുമ്പോൾ കോടിയേരിയുടെ രാഷ്ട്രീയ പ്രസക്തി ഓർമ്മകളിൽ നിറയുന്നു. ഓരോ പ്രശ്നഘട്ടത്തിലും കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതായി തിരിച്ചറിയുന്നുവെന്ന് ഭാര്യ വിനോദിനി കോടിയേരി പറയുന്നു. കോടിയേരിയുടെ അസാന്നിധ്യം സൃഷ്ടിച്ച ശൂന്യത ഇനിയും മറികടക്കാൻ കുടുംബത്തിന് മാത്രമല്ല CPIMനും ആയിട്ടില്ല. കാർക്കശ്യങ്ങളുടെ ഭാരമില്ലാതെ ജനഹൃദയങ്ങളിലേക്കിറങ്ങിയ നയതന്ത്രജ്ഞതയുടെയും സമവായത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് മുഖം. എല്ലാവരെയും കേട്ടിരുന്ന കോടിയേരി ശൈലിയുടെ വിടവ് എത്ര ആഴത്തിലുള്ളതെന്ന് ഭാര്യ വിനോദിനി ഓർത്തെടുക്കുന്നു. ആ 2 വർഷവും ഞാൻ എങ്ങനെ ജീവിച്ചു തന്നെ, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആ ഓർമ്മകളിൽ അങ്ങനെ പോകുന്നു. ഈ വീട്ടിലെവിടെ നോക്കിയാലും ബാലകൃഷ്ണൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുകയും ചെയ്യും. എങ്ങനെയോ ഞാൻ ഈ കോമ്പൗണ്ട് വിട്ട് പുറത്ത് പോകുന്നതും വളരെ കുറവാണ്. എങ്ങനെയോ ഞാനങ്ങനെ ആ ഓർമ്മകളുമായിട്ട് അങ്ങനെ പോകുന്നു. പാർട്ടിക്കും സർക്കാരിനുമിടയിലെ പാലം, ആവലാതികൾക്കിടയിലെ മധ്യസ്ഥൻ, വെല്ലുവിളികളെ സൗമ്യമായി നേരിട്ട ചിരി കൊടിയടയാളമാക്കിയ കോടിയേരി കാലം. കോടിയേരി ഉണ്ടായിരുന്നെങ്കിലെന്ന് അണികളും അനുഭാവികളും സഹയാത്രികരും
ആഗ്രഹിക്കുന്ന കാലം. കോടിയേരി ഉണ്ടായിരിക്കേണ്ട ഒരു സമയമായിരുന്നു ഇത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഇതൊരു വല്ലാത്ത സമയത്ത് കോടിയേരി ഉണ്ടാവണമായിരുന്നു എന്നാ ചിന്തിക്കുന്നത്. എന്നാലും ആളുകളുടെ എല്ലാം മനസ്സിൽ ഇപ്പം അദ്ദേഹം വേണമായിരുന്നു എന്നൊരാഗ്രഹമുണ്ട്. ഓർമ്മകളിൽ കോടിയേരി ബാലകൃഷ്ണന് നിത്യത. 24 കണ്ണൂർ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും CPIM-നെ താങ്ങി നിർത്താൻ കെൽപ്പുള്ള നേതാവായിരുന്നു അന്തരിച്ച മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരിക്ക് ശേഷമുള്ള CPIM-ൽ പ്രതിസന്ധികളുടെ കുത്തൊഴുക്കാണ്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം. VS അച്യുതാനന്ദൻ മത്സരിക്കേണ്ടതില്ലെന്ന പാർട്ടി തീരുമാനത്തെ തുടർന്ന് CPIM-ൽ വ്യാപക പ്രതിഷേധമുയർന്ന സമയം. VS പാർട്ടി വിട്ടുപോകും എന്നുപോലും തോന്നിച്ച മണിക്കൂറുകൾ. ഒടുവിൽ പാർട്ടി പിടിവാശി വിട്ടു. VS-ന് സീറ്റ് നൽകി. വിവരം മാധ്യമങ്ങളോട് പറയാൻ പക്ഷേ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ എത്തിയില്ല. പകരം പ്രകാശ് കാരാട്ടിനൊപ്പമെത്തി കാര്യങ്ങൾ പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണൻ. സംയമനത്തോടെ ലളിതമായി വിഷയം അവതരിപ്പിച്ച് കോടിയേരി മടങ്ങി. കോടിയേരി ബാലകൃഷ്ണന് ശേഷം വലിയ പ്രതിസന്ധികളെ അതിജീവിക്കുമ്പോൾ പതറിപ്പോകുന്നുണ്ട് CPIM. അതിനുദാഹരണമാണ് PV അൻവറിന്റെ ആരോപണങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പാർട്ടി നേതൃത്വത്തിന് ഉണ്ടായ അങ്കലാപ്പ്. കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുമായിരുന്നില്ല എന്ന് PV അൻവർ തന്നെ പറയുകയും ചെയ്തു. കോടിയേരി സഖാവ് ആരായിരുന്നു? കോടിയേരി സഖാവ് ഉണ്ടെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ ഞാൻ ഈ മൈക്കും വെച്ചിരിക്കേണ്ടി വരുമോ? എനിക്കൊന്നുമില്ല, ഒരിക്കലും വരില്ല. വിഷയങ്ങളിൽ വ്യക്തമായി ഇടപെടുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ഏതൊരു പാവപ്പെട്ട സഖാവാണ് പറയുന്നെങ്കിലും അതിന് പരിഗണന കൊടുക്കരുത്. ഇങ്ങനെ എന്താ മോനെ അങ്ങനെ ഒരു സ്നേഹത്തോടു കൂടിയില്ല പെരുമാറ്റം. കോടിയേരിക്ക് ശേഷം CPIM-ലെ സമവാക്യങ്ങൾ മാറി. സംസ്ഥാന സെക്രട്ടറി സ്ഥാനം നോട്ടമുണ്ടായിരുന്ന EP ജയരാജനെ ഞെട്ടിച്ചാണ് MB ഗോവിന്ദനിലേക്ക് പാർട്ടിയുടെ കടിഞ്ഞാണെത്തിയത്. ഇതിൽ EP ജയരാജൻ അസ്വസ്ഥനായിരുന്നു. ഒടുവിൽ BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പേരിൽ EP-ക്ക് LDF കൺവീനർ സ്ഥാനം നഷ്ടമായി. നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജണ്ട തീരുമാനിക്കുന്നതിലും CPIM-ന് പിഴച്ചു. പാർട്ടിക്കും സർക്കാരിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ജനങ്ങളെയും അണികളെയും നിലപാട് ബോധ്യപ്പെടുത്താൻ കഴിയാതെ കുഴങ്ങുന്നുണ്ട് CPIM. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ CPI-യുടെ വിശ്വാസം നേടിയെടുക്കാനും CPIM-ന് കഴിഞ്ഞില്ല. വിവാദങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുകൾ ആവർത്തിക്കുക മാത്രമാണ് നിലവിലെ CPIM നേതൃത്വം ചെയ്യുന്നത്. CPIM-ൽ നിന്നുയരുന്ന വിവാദങ്ങളെ വേണ്ടവിധം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നതിൽ മാത്രം പാർട്ടിക്ക് ആശ്വസിക്കാം. റിസർച്ച് ഡെസ്ക് 24. കോഴിക്കോട് ഫറോക്ക് കോട്ടക്കടവിൽ രോഗി മരിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നെന്ന ആരോപണത്തിൽ വ്യാജ ഡോക്ടറുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കോട്ടക്കടവ് TMH ആശുപത്രിയിൽ RMO ആയി ജോലി ചെയ്ത അബു അബ്രഹാം ലൂക്കിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തുക. MBBS പാസ്സാകാത്ത ഇയാളായിരുന്നു നെഞ്ചുവേദനയുമായി എത്തിയ പൂച്ചേരിക്കുന്ന് സ്വദേശി വിനോദ് കുമാറിനെ ചികിത്സിച്ചത്. ആശുപത്രിയിലെത്തി അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ രോഗി മരിച്ചു. കൃത്യമായ ചികിത്സ നൽകാത്തതിനാലാണ് രോഗി മരിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഡോക്ടർ വ്യാജനാണെന്ന് വ്യക്തമായത്. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയ സംഭവത്തിൽ DME ആരോഗ്യമന്ത്രിക്ക് ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ ആശുപത്രി അധികൃതർ സ്വീകരിച്ച നടപടികളാണ് ആദ്യം സമർപ്പിക്കുക. രോഗികളുടെ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാൻ ആശുപത്രി അധികൃതർക്ക് സാധിച്ചതായാണ് കണ്ടെത്തൽ. അറ്റകുറ്റപ്പണിക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ആശുപത്രി അധികൃതർ സ്വീകരിച്ചിരുന്നു. അപ്രതീക്ഷിതമായാണ് പ്രതിസന്ധി ഉണ്ടായതെന്നും ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിച്ചെന്നുമാണ് കണ്ടെത്തൽ. അതേസമയം വൈദ്യുതി തടസ്സപ്പെടുത്തുന്നതിന് ഇടയാക്കിയ സാങ്കേതിക വശങ്ങൾ മറ്റൊരു റിപ്പോർട്ടായിട്ടായിരിക്കും മന്ത്രിക്ക് സമർപ്പിക്കുക. സമഗ്ര സാങ്കേതിക സമിതിയാവും ഇക്കാര്യങ്ങൾ അന്വേഷിക്കുക. ഈ റിപ്പോർട്ടും ഉടൻ കൈമാറിയേക്കും. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ ഹനുമാൻ കുരങ്ങുകളെ ഇതുവരെ തിരിച്ച് കൂട്ടിൽ കയറ്റാനാകില്ല. മനുഷ്യരെ കണ്ടാൽ പരിഭ്രാന്തരാകാൻ സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം മൃഗശാലയിൽ ഇന്നും സന്ദർശകർക്ക് പ്രവേശനമില്ല. തീറ്റ നൽകി കൂട്ടിലേക്ക് കയറ്റാനാണ് ജീവനക്കാർ ശ്രമിക്കുന്നത്. കൂടിന് സമീപത്തെ മരത്തിന് മുകളിലാണ് 3 കുരങ്ങുകളും നിലയുറപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്ത് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട പ്രകാശവിസ്മയം എന്തെന്ന സംശയത്തിലാണ് ജനങ്ങൾ. തലസ്ഥാനത്തെ കിഴക്കൻ ചക്രവാളത്തിൽ ആകാശവിസ്മയം തീർത്തത് ഹീറ്റ് ലൈറ്റനിങ് പ്രതിഭാസമെന്ന് വിശദീകരിക്കുകയാണ് വാനനിരീക്ഷക കേന്ദ്രം ഡയറക്ടറായ ഡോക്ടർ R. ജയകൃഷ്ണൻ.
കിഴക്കൻ ചക്രവാളത്തിൽ വർണ്ണ വെളിച്ചം വിതറി അർദ്ധരാത്രി വരെ നീണ്ട ആകാശവിസ്മയം. രാത്രി 8 മണിയോടെ ആകാശത്ത് പ്രകാശവിസ്മയം കണ്ട ജനങ്ങൾക്ക് കൗതുകം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർ ആകാശ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. ശബ്ദമില്ലാത്ത എന്നാൽ ആകാശത്തു കണ്ട വെടിക്കെട്ടിനു സമാനമായ ദൃശ്യവിസ്മയം ഹീറ്റ് ലൈറ്റനിങ് എന്ന പ്രതിഭാസമായിരുന്നുവെന്ന് വിശദീകരിക്കുകയാണ് തിരുവനന്തപുരത്തെ വാനനിരീക്ഷണ കേന്ദ്രം ഡയറക്ടറും കേരള സർവകലാശാലയിലെ ഫിസിക്സ് വിഭാഗം അധ്യാപകനുമായ ഡോക്ടർ ആർ ജയകൃഷ്ണൻ. സാധാരണ കാണുന്ന മിന്നൽ തന്നെയാണ്. ഇതിനകത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇങ്ങനത്തെ മിന്നലുകൾക്ക് നമ്മൾ സയൻറ്റിഫിക്കലി ഹീറ്റ് ലൈറ്റ്നിങ് എന്നാണ് വിളിക്കുന്നത്. താപത്തിന് വ്യത്യാസം വരുന്നതനുസരിച്ച് കാറ്റിൻ്റെ സാന്ദ്രതയ്ക്ക് വ്യത്യാസം വന്നു കഴിയുമ്പോൾ ശബ്ദത്തിന് കാറ്റിനകത്ത് കൂടെ സഞ്ചരിക്കാൻ പറ്റാതാവും. എന്താ വെച്ചാൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം വേണം. അതേസമയം വെളിച്ചത്തിന് സഞ്ചരിക്കാൻ ഒരു മീഡിയത്തിന് ആവശ്യമില്ല. ഭൂമിയിൽ നിന്നും 25 കിലോമീറ്ററുകൾക്കപ്പുറം ആകാശത്ത് ഉത്ഭവിക്കുന്ന ഇടിമിന്നലുകളാണ് ഹീറ്റ് ലൈറ്റനിങ് പ്രതിഭാസത്തിന് കാരണം. ശബ്ദത്തെക്കാൾ വേഗത്തിലാണ് പ്രകാശത്തിന്റെ സഞ്ചാരം. തിരുവനന്തപുരം നഗരമധ്യത്തിൽ ഈ പ്രതിഭാസം നിരീക്ഷിച്ച ഒരാളുടെ അടുത്തേക്ക് ഇടിമിന്നലിന്റെ ദൃശ്യങ്ങളാവും ആദ്യം സഞ്ചരിച്ചെത്തുക. എന്നാൽ 25 കിലോമീറ്ററിനപ്പുറത്ത് ഇടിമിന്നൽ ഉത്ഭവിക്കുമ്പോൾ ചില വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുകയും ഇടിവെട്ട് ശബ്ദം ഈ വാതകങ്ങൾ വലിച്ചെടുക്കുകയോ പ്രതിഫലിക്കുകയോ ചെയ്യും. അന്തരീക്ഷത്തിലെ ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ എല്ലാ വാതകങ്ങളും ഈ പ്രതിഭാസത്തെ സ്വാധീനിക്കും. കാണുന്ന മേഘങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ നേർക്കാവുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇടി വെട്ടുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അതേസമയം നമ്മൾ നിൽക്കുന്നത് ഭൂമി ഉരുണ്ടാണല്ലോ. അപ്പം ഈ ഉരുണ്ട ഭൂമിയിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൽ നിന്നും ഈ ഇടി വെട്ടുന്ന ഭാഗമെന്ന് പറയുന്നത് നമ്മളുടെ ലൈൻ ഓഫ് വിഷൻ താഴെയാണെങ്കിൽ നമുക്ക് മേഘം മാത്രമേ കാണത്തുള്ളൂ. മേഘത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഇടിവെട്ടം നമുക്ക് കാണത്തില്ല. അതാണ് ഇന്നലെ സംഭവിച്ചേക്കുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ മേഖലകളിൽ അർദ്ധരാത്രിയോടെ നീണ്ട സമയം ഇടിവെട്ട് ശബ്ദം കേട്ടിരുന്നു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ബീഹാറിൽ നദികളിലെ ജലനിരപ്പ് താഴ്ന്നെങ്കിലും പ്രളയ സാഹചര്യം തുടരുന്നു. സംസ്ഥാനത്തെ 16 ജില്ലകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമാണ്. ഉത്തർപ്രദേശിലെയും ജാർഖണ്ഡിലെയും 6 NDRF സംഘത്തെ കൂടി സംസ്ഥാനത്ത് വിന്യസിച്ചു. സംസ്ഥാനത്തെ തകർന്ന അണക്കെട്ടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തനക്ഷമമാക്കിയതായി ജലവിഭവ വകുപ്പ് അറിയിച്ചു. വരുന്ന 2 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന EDയുടെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ഋഷികേശ് റോയ്, ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ നയതന്ത്ര ബാഗേജുകൾ സ്കാൻ ചെയ്യാൻ അധികാരമുണ്ടോ എന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആരാഞ്ഞിരുന്നു. സംശയമുള്ള ബാഗേജുകൾ സ്കാൻ ചെയ്യാൻ അധികാരമുണ്ടെന്നാണ് തന്റെ വ്യക്തിപരമായ അറിവെന്ന് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു സുപ്രീം കോടതിയെ അറിയിച്ചു. കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്ത ശേഷം ഔദ്യോഗിക നിലപാട് അറിയിക്കാമെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറലായ SV രാജു കോടതിയെ ബോധിപ്പിച്ചിരുന്നു. വിമാനാപകടത്തിൽ കാണാതായ പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ സൈനികന്റെ മൃതദേഹം 56 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തി. ഇലന്തൂർ ഒടാലിൽ OM തോമസിന്റെ മകൻ തോമസ് ചെറിയാനാണ് മരിച്ചത്. അപകടം നടക്കുമ്പോൾ 22 വയസ്സായിരുന്നു. ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 56 വർഷത്തിന് ശേഷം ഒരു സൈനികന്റെ മൃതദേഹം മഞ്ഞുപാളികൾക്ക് അല്ലെങ്കിൽ മഞ്ഞുമലകൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയെന്ന വാർത്ത അത്ഭുതത്തോടെയാണ് ഇന്നലെ നമ്മൾ കേട്ടത്. നമ്മൾ ആ വീട്ടിലാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ ഫുൾ പേരെന്തായിരുന്നു? തോമസ് ചെറിയാൻ. അദ്ദേഹത്തിന്റെ ആരായിരുന്നു? സഹോദരൻ, ഇളയ സഹോദരൻ. പേരെന്തായിരുന്നു? തോമസ് വർഗീസ്. ഇവിടുന്ന് പോസ്റ്റിങ് ഇവിടെ സെക്കൻഡറാബാദിൽ ട്രെയിനിങ് കഴിഞ്ഞ് പോസ്റ്റിങ് പോയതാ. ചണ്ഡീഗഡിൽ നിന്ന് ലേയിൽ നിന്ന് ലഡാക്കിലേക്ക് പോയതാണ്. ചണ്ഡീഗഡ് അവിടെ ട്രെയിൻ ഇറങ്ങി അവിടെ ലേയിൽ ലഡാക്കിലേക്ക് പോയതാണ്. ആ കൂട്ടത്തിൽ പ്ലെയിൻ മിസ്സായിപ്പോയി. പ്ലെയിൻ മിസ്സിങ് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത് ഇതുവരെയും. ഇപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ആളിൻ്റെ ബോഡി കിട്ടിയെന്നൊക്കെ പറയുന്നത്. ഈ അപ്പനും അമ്മയൊക്കെ അതിനുശേഷം ആ ദുഃഖത്തോടു കൂടി അവരൊക്കെ കഴിഞ്ഞുപോയി. ഫാദർ മരിച്ചിട്ട് 35 കൊല്ലമായി, മദർ മരിച്ചിട്ട് 28 കൊല്ലമായി. അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നുണ്ടായിരുന്നു, മദറിന്.
ഫാമിലി ഫംഗ്ഷൻ അത് കഴിഞ്ഞതിൻ്റെ യാതൊരു ഇതൊന്നുമില്ല. എപ്പോഴാണ് നമ്മളെ വിവരം അറിയിച്ചപ്പോൾ? ഇത് ഇന്നലെ വൈകിട്ട് ഇവിടെ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടെ ഇൻഫർമേഷൻ വന്നത്. ഇതനുസരിച്ച് ഇനി അവർ മിലിറ്ററിയിൽ നിന്ന് അവർ വീണ്ടും അവരുടെ ബോഡി എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതിനെ പറ്റിയിട്ട് നിർദ്ദേശം അവർ തരണമല്ലോ. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വളരെ വേദനയോടുകൂടി അല്ലെങ്കിൽ ഒരല്പം ആശ്വാസത്തോടു കൂടി ഈ നാട്, ഇലന്തൂർ എന്ന ഈ നാട് ലഫ്റ്റനന്റ് തോമസ് ചെറിയാനെ ഓർക്കുകയാണ്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ ഹനുമാൻ കുരങ്ങുകളെ കൂട്ടിൽ തിരിച്ചു കയറ്റാൻ ശ്രമം തുടരുന്നു. മനുഷ്യരെ കണ്ടാൽ പരിഭ്രാന്തരാകാൻ സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം മൃഗശാലയിൽ ഇന്നും സന്ദർശകർക്ക് പ്രവേശനമില്ല. AV ജയശങ്കറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അല്പസമയത്തിനകം വിവരങ്ങൾ നൽകും. ഇന്നലെയാണ് 4 ഹനുമാൻ കുരങ്ങുകൾ മൃഗശാലയിലെ കൂട്ടിൽ നിന്ന് പുറത്തു ചാടിയത്. മഴയെ തുടർന്ന് മരക്കൊമ്പ് ചാഞ്ഞു. ആ ചാഞ്ഞ കൊമ്പിലൂടെ കയറി രക്ഷപ്പെടുകയായിരുന്നു. മുമ്പും ഈ കൂട്ടിലേക്ക് മാറ്റുന്നതിനിടെ ഈ ഹനുമാൻ കുരങ്ങുകളെ തിരുവനന്തപുരത്തെ മൃഗശാലയിലേക്ക് എത്തിച്ച ഘട്ടത്തിൽ തന്നെ കൂട്ടിലേക്ക് മാറ്റുന്നതിനിടയിൽ കുരങ്ങുകൾ രക്ഷപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. പിന്നെ കുറേ ദിവസം മൃഗശാല ജീവനക്കാരെ ആകെ വട്ടം ചുറ്റിച്ചാണ് ഒടുവിൽ അതിനെ തിരികെ മൃഗശാലയ്ക്കുള്ളിലേക്ക് എത്തിയത്. ഏതായാലും ഇന്നലെയാണ് 4 കുരങ്ങുകൾ രക്ഷപ്പെട്ടത്. ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ ചാടിപ്പോയ കുരങ്ങുകളെ സ്പോട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഈ മൃഗശാല അധികൃതർക്ക്? ഇന്ന് സന്ദർശകർക്ക് വിലക്കുണ്ടല്ലേ? ഗോകുൽ, ഈ കുരങ്ങുകൾ ചാടിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. പക്ഷേ ഇതുവരെ അത് കൂട്ടിൽ തിരികെ വരാൻ തയ്യാറായിട്ടില്ല. 3 ഹനുമാൻ കുരങ്ങുകളാണ് കഴിഞ്ഞ ദിവസം കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടിയത്. എന്തായാലും മൃഗശാല അധികൃതരെ സംബന്ധിച്ച് ഒരേ ഒരു ആശ്വാസം, ഇവ ഈ മൃഗശാലയുടെ പരിധിക്കുള്ളിലെ മരത്തിനുള്ളിൽ തന്നെ കഴിയുന്നുണ്ടെന്നാണ്. ഇവ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. എന്തായാലും ഈ കുരങ്ങുകൾ ഈ മൃഗശാലയുടെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ, അതിൻ്റെ മരത്തിൽ തന്നെ ഉണ്ടെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും മുൻകരുതലിന്റെ ഭാഗമായി ഇവ സ്വാഭാവികമായി കൂടിനുള്ളിൽ എത്തുന്നെന്ന് തന്നെ പ്രതീക്ഷയിലാണ് മൃഗശാല അധികൃതർ ഉള്ളത്. ഇതിന് ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നെന്തായാലും മൃഗശാലയിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുരങ്ങുകൾ കയറുന്ന മുറക്കി ആളുകളെ ഉള്ളിൽ പ്രവേശിപ്പിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും കുരങ്ങ് സ്വാഭാവികമായി തന്നെ കൂട്ടിലെത്തുമെന്നാണ് അധികൃതർ പറയുന്നത്. കാരണം ഈ 4 ഹനുമാൻ കുരങ്ങുകളാണ് ഉള്ളത്. അതിൽ 3 പെൺകുരങ്ങുകളാണ് പുറത്തു ചാടിയത്. ഒരു ആൺകുരങ്ങ് ഇപ്പോഴും മൃഗശാലയ്ക്കുള്ളിൽ ഇതിന്റെ കൂടിനുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി കുരങ്ങുകൾ ഇങ്ങോട്ട് തിരിച്ചെത്തുമെന്നൊരു പ്രതീക്ഷയാണ് അധികൃതർ പ്രകടിപ്പിക്കുന്നത്. പക്ഷെ അതിൻ്റെതായ ഒരു സമയമെടുക്കും. എന്തായാലും നിലവിൽ മയക്കുവെടി വെക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കില്ല. ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആളുകളുടെ സാന്നിധ്യം കുറയുമ്പോൾ ഇവ സ്വാഭാവികമായി കൂടിനുള്ളിലേക്ക് തന്നെ എത്തുമെന്നൊരു പ്രതീക്ഷയിൽ, ഒരു കാത്തിരിപ്പിലാണ് മൃഗശാല അധികൃതർ ഉള്ളത്. എന്തായാലും ഇന്ന് പകൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതോടെ തന്നെ ഈ കുരങ്ങ് സ്വാഭാവികമായും തിരികെ കൂട്ടിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷയുണ്ട്. ഒപ്പം തന്നെ ഇവ പുറത്തേക്ക് പോകുന്നുണ്ടോ, മൃഗശാല പരിധിക്ക് പുറത്ത് ജനവാസ മേഖലയിലേക്ക് കടക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും കൃത്യമായി അധികൃതർ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെയും ഇവർ എത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നു. എന്തായാലും നിലവിൽ കുരങ്ങ് ഈ മൃഗശാലയുടെ കോമ്പൗണ്ടിനുള്ളിൽ മരത്തിന് മുകളിൽ സുരക്ഷിതമായി തന്നെയുണ്ട്. ഇവർ വെച്ച ചില ഭക്ഷണങ്ങൾ ഇന്നലെ രാത്രി കഴിച്ചിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും തിരികെ കൂടിലെത്താൻ കുരങ്ങ് തയ്യാറായിട്ടില്ല. പക്ഷേ മൃഗശാലയ്ക്കുള്ളിൽ നിൽക്കുന്നു എന്നത് ആശ്വാസകരമായ വാർത്തയുമാണ്. ശരി, ചാടിപ്പോയ കുരങ്ങുകൾ 3 അവിടെ മരത്തിൽ തന്നെയുണ്ട്. പക്ഷേ കൂട്ടിലേക്ക് തിരിച്ചു കയറുന്നതും കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി ഉള്ള കാത്തിരിപ്പിൽ തന്നെയാണ് അധികൃതർ. 38 വർഷമായി ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ 50,000-ലധികം പേർക്ക് രക്തദാനത്തിന് അവസരമൊരുക്കിയ ഒരു വ്യക്തിയാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. രക്തത്തിന് ഒരു രൂപമുണ്ടെങ്കിൽ അതിന് തോമസ് സാറിന്റെ മുഖമായിരിക്കുമെന്നാണ് ചേർത്തലക്കാർ പറയുന്നത്. യുവർ കോളേജ് സോഷ്യൽ സർവീസ് എന്ന സംഘടനയിലൂടെയാണ് KE തോമസ് എന്ന 70-കാരൻ സമൂഹത്തെ കൂട്ടിയിണക്കുന്നത്. ഏതു പാതിരാത്രി വിളിച്ചാലും ഒരു ഫോൺ കോളിനപ്പുറത്ത് തോമസ് സാറിനെ കിട്ടിയാൽ ഏത് ഗ്രൂപ്പ് രക്തമാണെങ്കിലും സംഘടിപ്പിക്കാനാകുമെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. കഴിഞ്ഞ 38 വർഷം കൊണ്ട് തോമസ് സാർ സമൂഹത്തിലുണ്ടാക്കിയ ഇടപെടലിലൂടെയാണ് ആ വിശ്വാസം രൂപപ്പെട്ടത്. യുവർ കോളേജ് സോഷ്യൽ സർവീസ് എന്ന സംഘടനയിലൂടെയാണ് പ്രവർത്തനം. ഇതുവരെ 1,00,000 പേർക്കാണ് പുതുജീവൻ നൽകിയത്. ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്, യുവാക്കൾ മുന്നോട്ട് വരികയും രക്തദാനത്തിന് തയ്യാറാകുകയും ചെയ്താൽ പല ജീവനും വഴിയരികിൽ പൊലിഞ്ഞു പോകുന്നതിനെ നമുക്ക് ജീവിതത്തിലേക്ക് പിടിച്ചുയർത്താൻ സാധിക്കും. അപൂർവമായ നെഗറ്റീവ് രക്തഗ്രൂപ്പുകൾക്ക് വേണ്ടി ഡയറക്ടറി തുടങ്ങിയതും തോമസ് സാറിന്റെ നേട്ടമാണ്. മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ കത്തെഴുതി തോമസ് സാറിനെ അഭിനന്ദിച്ചിരുന്നു. ചേർത്തല സെന്റ് മേരീസ് സ്കൂളിലെ റിട്ടയർഡ് ഹെഡ്മാസ്റ്ററാണ് 70-കാരനായ KE തോമസ് എന്ന തോമസ് സാർ. 1982-ലാണ് തോമസ് സാർ ആദ്യമായി രക്തദാനം ചെയ്യുന്നത്.
അപകടത്തിൽപ്പെട്ട ഒരു കുഞ്ഞിനു വേണ്ടിയായിരുന്നു ആദ്യ രക്തദാനം. പിന്നീട് രക്തദാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 400 ക്യാമ്പുകളാണ് സംഘടിപ്പിച്ചത്. 40,000 പേരുടെ രക്തഗ്രൂപ്പുകൾ അടങ്ങിയ ഡയറക്ടറിക്കും രൂപം നൽകി. എത്ര അടിയന്തര ശസ്ത്രക്രിയകൾക്കും രക്തം ആവശ്യമായി വരുമ്പോൾ ആശുപത്രി അധികൃതരും മറ്റു സന്നദ്ധ പ്രവർത്തകരും ആദ്യം വിളിക്കുന്നതും തോമസ് സാറിനെയാണ്. അടിയന്തര ഘട്ടത്തിൽ ഒരാൾക്ക് രക്തം നൽകുന്നതിലൂടെ ഒരു കുടുംബത്തിന് പുതുജീവൻ കൂടി നൽകുന്നു എന്നാണ് തോമസ് സാർ പറയുന്നത്. ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ജീവിക്കണമെന്ന് മാത്രമാണ് സമൂഹത്തിന് ഇപ്പോഴും നല്ല പാഠങ്ങൾ നൽകുന്ന ഈ അധ്യാപകന്റെ ആഗ്രഹം. 24 ആലപ്പുഴ. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു.